ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. നെയ്യാറ്റിൻകരയിലെ യുവാവിന്റെ കൊലപാതകത്തിൽ അച്ഛനും മക്കളും ഉൾപ്പെടെ 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ആലുനിന്നക്കുഴി സ്വദേശി ബിജു, മക്കളായ അമ്പാടി, മിഥുൻ, ഈ അമ്പാടിയുടെ സുഹൃത്ത് എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ആരാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിനിടയിൽ പ്രതിയുടെ ബൈക്ക് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലപ്പെട്ട മനുവിന്റെ സുഹൃത്തുക്കളാണ് ബൈക്ക് കത്തിച്ചത്. ഗോകുൽനാഥുണ്ട്. ഗോകുൽ, അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു, ഒരു ചെറുപ്പക്കാരനെ കൊല്ലുന്നു, ഇതിൽ 4 പേർ പിടിയിലാവുന്നു, അതിൽ തന്നെ അച്ഛനും മക്കളുമുണ്ട്. എന്തിനാണ് ഈ അച്ഛനും മക്കളും ചേർന്ന് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത്? ഗോകുൽ. ഷിഹാസ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്താണ് ബൈക്കിന്റെ ശബ്ദത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിനെ തുടർന്ന് ഒരു സംഘം യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കാഞ്ഞിരംകുളം സ്വദേശി മനോജാണ് മരിച്ചത്. സംഭവത്തിൽ കണ്ണറവിള കുഴിപ്പള്ളം സ്വദേശിയായ പൊടിയൻ എന്ന് വിളിക്കുന്ന ബിജു, ഇയാളുടെ മക്കളായ അമ്പാടി, മിഥുൻ, ഇവരുടെ സുഹൃത്തായ 17 വയസ്സുകാരൻ എന്നിവരെയാണ് കാഞ്ഞിരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ഞായറാഴ്ച രാത്രി 10:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മനോജിന്റെ വീടിന് മുൻപിൽ വെച്ച് അമ്പാടി ഓടിച്ചിരുന്ന ബൈക്കിന്റെ പെട്രോൾ തീരുകയും തുടർന്ന് പെട്രോൾ വാങ്ങി ഒഴിച്ച ശേഷം ബൈക്ക് ശബ്ദമുണ്ടാക്കി റേസ് ചെയ്തതുമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ബൈക്കിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടെത്തിയ മനുവും അമ്പാടിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇരുവരും പിരിഞ്ഞുപോയെങ്കിലും പിന്നീട് മനോജിനെ പിച്ചാത്തിയുമായി അമ്പാടിയുടെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കി. തുടർന്നുണ്ടായ വാക്കേറ്റവും തർക്കത്തിനും ഒടുവിൽ അമ്പാടിയുടെ സഹോദരൻ മിഥുന് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സമയം ബിജു ഇടപെടുകയും സംഘർഷം രൂക്ഷമാവുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് മനോജിന് കുത്തേറ്റത്. പരിക്കേറ്റ മനോജിനെയും മിഥുനെയും ഉടൻ തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. തുടർന്ന് ആശുപത്രിയിൽ വെച്ച് ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. നെയ്യാറ്റിൻകര പോലീസ് എത്തിയാണ് ഈ വിഭാഗങ്ങളെ ശാന്തരാക്കി വിട്ടത്. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയെടുത്ത 4 പേരെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.